ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകക്കാരന് ജാതി വിവേചനം നേരിട്ടതിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ കൊച്ചിൻ ദേവസ്വം കമ്മീഷണറോടും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറോടും കമ്മീഷൻ നിർദ്ദേശിച്ചു. സ്വാന്തന വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സ്വാന്തന, എന്താണ് കമ്മീഷന്റെ ഇടപെടൽ? നിഷാദ്, വളരെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ ഇത്തരത്തിലൊരു ജാതി വിവേചനം നടന്നിട്ടുണ്ട് എന്നുള്ളത് ചർച്ചയായതായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഈ ഒരു വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറോടും അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം ഈ ഒരു വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കകം തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ബാലുവിനെ ഇത്തരത്തിൽ ഈ കൂടൽമാണിക്യം ദേവസ്വത്തിലേക്ക് കഴക പോസ്റ്റിലേക്ക് നിയമിച്ചത്. പിന്നാലെ എന്താണ് സംഭവിച്ചത്, ആരാണ് അവിടെ ഇത്തരത്തിലൊരു എതിർപ്പ് അറിയിച്ചത്? പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അത് ഒരു ജാതി വിവേചനമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അത്തരത്തിലൊരു ജാതി വിവേചനം നടന്നിട്ടുണ്ടോ, ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിഷാദ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി സ്വാന്തന.